1.5 വർഷത്തോളം നീണ്ട ആക്രമണത്തിന് മേൽനോട്ടം വഹിച്ചത് സെലൻസ്കി നേരിട്ടായിരുന്നു. ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന രഹസ്യനാമത്തിൽ യുക്രൈനിയൻ സൈന്യം ട്രക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് റഷ്യയിലേക്ക് രഹസ്യമായി അയച്ചത് 100-ലധികം ഡ്രോണുകളാണ്. ഫസ്റ്റ് പേഴ്സൺ വ്യൂ അതായത് FPV ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ തകർത്തത് റഷ്യയുടെ 5 വ്യോമതാവളങ്ങൾ, ബോംബറുകൾ അടക്കം 41 വിമാനങ്ങൾ, $7 ബില്യൺ നഷ്ടം. ഈ ആക്രമണത്തിന്റെ പിറ്റെന്നാണ് ഇസ്താംബുളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ 2ാം ഘട്ട സമാധാന ചർച്ചകൾക്കായി ഒത്തുകൂടിയത്. യുക്രൈൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ ശരിക്കും അനിശ്ചിതത്വത്തിലായിരുന്നു. എന്തായാലും ചർച്ചകൾക്കൊടുവിൽ ലഭിക്കുന്ന വിവരം ഇതാണ്: സെലൻസ്കി യുക്രൈൻ മുട്ടുമടക്കണം. അതെ, തുർക്കിയിലെ ചർച്ചകളിൽ റഷ്യ അവതരിപ്പിച്ച നിബന്ധനകൾ പ്രകാരം ഒരു സമാധാന കരാറല്ല ഉദ്ദേശം, മറിച്ച് യുക്രൈനിന്റെ കീഴടങ്ങലാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. പുടിന്റെ നിബന്ധനകൾ നടപ്പിലാക്കിയാൽ യുക്രൈൻ രാഷ്ട്രം ഇല്ലാതാകും. ഒരു നേതാവിനും തീർച്ചയായും വോളോഡിമിർ സെലൻസ്കിക്കും അത് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിബന്ധനകളായിരുന്നു. ഇസ്താംബുളിൽ നടന്ന 2ാം ഘട്ട ചർച്ചകളിൽ അവതരിപ്പിച്ച നിബന്ധനകളിൽ യുക്രൈൻ ചില ഇളവുകൾ നൽകിയെങ്കിലും റഷ്യൻ നേതാവ് പുടിൻ തന്റെ പരമാവധി ആവശ്യങ്ങളിൽ തന്നെ ഉറച്ചുനിന്നു. അതായത് സമാധാനം സ്ഥാപിക്കുന്നതിന് മധ്യസ്ഥതയിലെത്താനുള്ള സാധ്യത ഇതോടെ അകലെയായി എന്ന് ചുരുക്കം. 2014 മുതൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന യുക്രൈനിയൻ പ്രദേശങ്ങളുടെ അംഗീകാരം മാത്രമല്ല പുടിൻ ആവശ്യപ്പെട്ടത്. നിലവിൽ കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത എന്നാൽ റഷ്യ അവകാശപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളും യുക്രൈൻ വിട്ടു നൽകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഫർ സോൺ ഉപയോഗിച്ച് യുക്രൈനിയൻ പ്രദേശത്തിന്റെ ഏകദേശം 25%-ലധികം പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നിയന്ത്രിക്കുന്നതിനേക്കാൾ 1/3 കൂടുതലാണിത്. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം വെർസൈൽസ് ഉടമ്പടിയിൽ ജർമ്മനിയിൽ ചുമത്തിയതിന് സമാനമായ വ്യവസ്ഥകളാണ് ഇപ്പോൾ പുടിനും ആവശ്യപ്പെടുന്നത്. അതായത് യുദ്ധം അവസാനിച്ചതിന് ശേഷം യുക്രൈനിയൻ സൈന്യത്തിന്റെ വലുപ്പം, വിന്യാസം, ഉപകരണങ്ങൾ എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുടിൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. യുക്രൈനിലെ ക്രിമിയ, ഡൊണെറ്റ്സ്ക്, ലുഹാൻസ്ക്, ഖെർസൺ, സപോറിജിയ എന്നീ 5 പ്രവിശ്യകളുടെ പൂർണ്ണമായ അധിനിവേശനത്തിന് പുറമെ പുതിയ അതിർത്തിയുടെ യുക്രൈനിയൻ ഭാഗത്ത് വ്യക്തമാകാത്ത ഒരു ബഫർ സോൺ സൃഷ്ടിക്കാനും പുടിൻ ശ്രമിക്കുന്നുണ്ട്. ആ നീക്കം യുക്രൈനിന്റെ പ്രദേശം കൂടുതൽ കുറയ്ക്കുമെന്നത് ഉറപ്പാണ്. കൂടാതെ യുക്രൈനിന്റെ നേറ്റോ അംഗത്വം ഒഴിവാക്കാനും യുക്രൈനിന്റെ സൈനിക പങ്കാളിത്തത്തിന്റെ നിയന്ത്രണവും അതുപോലെ വിദേശ സൈനികരുടെ വിന്യാസം നിരോധിക്കാനും പുടിൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം നിബന്ധനകളിലൂടെ പുടിൻ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് വ്യക്തമാണ്. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ കരാർ അംഗീകരിക്കുന്നതിനായി യുക്രൈന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും കഴിയുന്ന അത്രയും കാലം വൻ ആക്രമണങ്ങൾ തുടരാനുമാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന് വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ജെയിംസ് ടൗൺ ഫൗണ്ടേഷനിലെ റഷ്യ വിശകലന വിദഗ്ധയായ സെനിയ ക്രിലോവ പറയുന്നുണ്ട്. ക്രിലോവ പറഞ്ഞത് പ്രകാരം യുക്രൈന് അത്തരം വ്യവസ്ഥകൾ സ്വീകാര്യമല്ല. ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാൻ പുടിൻ മനഃപൂർവ്വം അസാധ്യമായ വ്യവസ്ഥകൾ സ്ഥാപിക്കുകയാണ്. യുക്രൈനെ തകർക്കാൻ ഒരു വേനൽക്കാല ആക്രമണം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ട്രംപ് പുടിൻ ബന്ധം ഉലയുമെന്ന് യുക്രൈനിന് പ്രതീക്ഷിക്കാം എന്നാണ്. സാഹചര്യങ്ങൾ എങ്ങനെയായിട്ടും റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ തിരികെ നൽകണമെന്ന് സെലൻസ്കി സമ്മർദ്ദം ചെലുത്തിയില്ല. പകരം അന്താരാഷ്ട്ര സമൂഹം അധിനിവേശം അംഗീകരിക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതേസമയം പരമാവധി പ്രാദേശിക ആവശ്യങ്ങൾ പുടിൻ ഇരട്ടിയാക്കുകയായിരുന്നു. 5 പ്രവിശ്യകളിലായി യുക്രൈനിന്റെ ഏകദേശം 19% പ്രദേശങ്ങൾ റഷ്യ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 12% 2014 റഷ്യ ക്രമേണ ആക്രമിച്ച് പിടിച്ചടക്കിയപ്പോൾ കൈവശപ്പെടുത്തിയതാണ്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ യുക്രൈനിന്റെ രീതികൾ മാറ്റാനും പുടിൻ ശ്രമം നടത്തിയിട്ടുണ്ട്. റഷ്യൻ ഭാഷ ഔദ്യോഗിക കാര്യങ്ങളിൽ ഉൾപ്പെടുത്താനും റഷ്യയെ പിന്തുണയ്ക്കുന്ന യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ പുനഃസ്ഥാപിക്കാനും യുക്രൈനിൽ ദേശീയവാദ രൂപീകരണങ്ങൾ എന്ന് അദ്ദേഹം വിളിക്കുന്നതിനെ നിരോധിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റു രാജ്യങ്ങളും വെടിനിർത്തൽ നിരീക്ഷിക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ UNSC നിയന്ത്രിക്കുന്ന ഏതൊരു വെടിനിർത്തൽ കരാറും ഉണ്ടാക്കാൻ പുടിൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് റഷ്യയും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയും UNSCയിൽ വീറ്റോ കൈവശം വെച്ചാൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ്. റഷ്യ ഈ ആവശ്യങ്ങൾ ഔദ്യോഗികമായി സമർപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി യെർമാക് റഷ്യൻ നിലപാട് അൺകൺസ്ട്രക്റ്റീവ്, സൃഷ്ടിപരമല്ല എന്നും പുടിൻ ചർച്ചാ പ്രക്രിയ തടസ്സപ്പെടുത്തുകയും കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞു. റഷ്യയ്ക്ക് ശത്രുത അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ ഉദ്ദേശമില്ല എന്നും ശക്തമായ ഉപരോധങ്ങൾ മാത്രമേ റഷ്യയെ ഗൗരവമേറിയ ചർച്ചകളിൽ ഏർപ്പെടാൻ നിർബന്ധിതരാക്കൂ എന്നും യെർമാക് പറയുന്നുണ്ട്. എന്തായാലും റഷ്യ യുക്രൈൻ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകില്ലെന്ന് മനസ്സിലായതോടെ എല്ലാ കണ്ണുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലേക്കും ഒരുപക്ഷെ യുക്രൈനിയൻ ഡ്രോണുകളിലേക്കുമാണ്. ചർച്ചകൾ നടന്ന ഒരു ദിവസത്തിന് ശേഷം അധിനിവേശ ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച് പാലം യുക്രൈൻ ആക്രമിച്ചതും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു.